പ്രകൃതിക്ക് ദോഷമാകുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ രീതിയിൽ ഫാഷൻ വസ്ത്രങ്ങളാക്കി വിസ്മയിപ്പിച്ച് വിദ്യാർത്ഥിനികൾ. ഇരിങ്ങാലക്കുട സെയിന്റ് ജോസഫ് കോളേജ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗം ഒരുക്കിയ ഋതു 2026 ഫാഷൻ ഷോയാണ് ശ്രദ്ധേയമായത്. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്രമേയമായാണ് കോളേജിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചത്. കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന പ്ലാസ്റ്റിക് കവർ, അരിച്ചാക്ക്, ടാർപോളിൻ ഷീറ്റ്, കുപ്പികളുടെ അടപ്പുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ മനോഹരമായ വസ്ത്രങ്ങളാക്കി മാറ്റിയായിരുന്നു വിദ്യാർത്ഥികൾ തങ്ങളുടെ സർഗാത്മകത പ്രകടമാക്കിയത്. മനോഹരമായ ഇത്തരം വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ സുന്ദരികളായ യുവതികൾ പരിസ്ഥിതി സന്ദേശവുമായി റാമ്പ് വോക്ക് നടത്തിയത് ഏറെ ആകർഷകമായി. മുൻ വർഷങ്ങളിൽ തുരുമ്പ്, കയർ എന്നിവ പ്രമേയമാക്കി കോളേജ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗം അവതരിപ്പിച്ച ഫാഷൻ ഷോ ഏറെ ശ്രദ്ധേയമായിരുന്നു. പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിര ഫാഷനും പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റ് പുനരുപയോഗ സാധനങ്ങളും ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്തതായിരുന്നു ഫാഷൻ ഷോയിലെ വസ്ത്രങ്ങൾ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ദൂഷ്യഫലങ്ങൾ സമൂഹത്തെ അറിയിക്കുന്നതിനൊപ്പം മാലിന്യങ്ങളെ സർഗാത്മകമായി പുനരുപയോഗിച്ച് മൂല്യവത്തായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാമെന്നതുകൂടിയായി ഫാഷൻ ഷോ. കലാമികവും സാങ്കേതിക തികവും പരിസ്ഥിതിയോടുള്ള സാമൂഹിക പ്രതിബദ്ധതയും നിറഞ്ഞതായിരുന്നു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗം ഒരുക്കിയ ഋതു 2K26 ഫാഷൻ ഷോ. 3 കൊല്ലമായിട്ട് ഋതു ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഫാഷൻ ഷോ ആണ്. അതിൽ നമ്മൾ 3 കൊല്ലമായിട്ട് 3 തീംസ് ആണ് നടത്തിയിരുന്നത്. ഈ കൊല്ലം നമ്മൾ നടത്തുന്നത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആണ്, റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ്. ഇപ്പോൾ ഫസ്റ്റ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ബോട്ടിൽ വെച്ചിട്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ ബോട്ടിൽസ് ഉപയോഗിച്ചിട്ട് അതിനെ കർവ് ചെയ്തിട്ട് ഡ്രസ്സാക്കി മേക്ക് ചെയ്തേക്കാണ്. ആൻഡ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതും അതേപോലെ ഷോപ്സിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവേഴ്സ് ഉപയോഗിച്ചിട്ട് ക്രോഷ്യ വർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് മെയ്ഡ് ഇൻ ടു ഫ്ലവേഴ്സ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് മൂന്നാമതായി നമ്മൾ ചെയ്തിരിക്കുന്നതും പ്ലാസ്റ്റിക് കവേഴ്സ് തന്നെയാണ്. ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് പാറ്റേൺസ് എല്ലാം പ്ലാസ്റ്റിക് കവേഴ്സ് കൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ ക്രോഷ്യ ഉപയോഗിച്ചിട്ട് സ്റ്റുഡൻസ് ചെയ്തിരിക്കുന്ന വർക്കാണിത്. ദെൻ വരുന്നത് ഇതും നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി നമ്മൾ ഡ്രസ് ഫോംസിൻ്റെ ഒരു യൂസ് ഉപയോഗിച്ചിട്ട് ഇതിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് പെയിൻറ്റ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇത് മാറ്റിയിരിക്കുന്നത്. ആൻഡ് ഓൾ ദ ഫ്ലവേഴ്സ് ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഫ്രം പ്ലാസ്റ്റിക്. ഇത് നമുക്ക് സുലഭമായിട്ടുള്ള നമ്മൾ കോമൺലി കാണപ്പെടുന്ന ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള കൂടുതലായിട്ടും വേസ്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വേസ്റ്റൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറാണ്. ഇത് നമ്മളൊരു ഹോട്ട് ലുക്കിലേക്കാണ് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇത് കാണുമ്പോൾ ഈ ഫാബ്രിക് കാണുമ്പോൾ നിങ്ങൾ ക്ലോത്ത് ആണെന്ന് വിചാരിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് എ ക്ലോത്ത്, ഇറ്റ്സ് നമ്മുടെ ചാക്കാണ്. അരിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചാക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ വൈറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദെൻ അഗൈൻ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് തന്നെയാണ്.